അമേരിക്കയെ ഞെട്ടിച്ച് വൈറ്റ് ഹൗസിന് വെടിവയ്പുണ്ടായി. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും വാർത്തയുണ്ട്. അക്രമിയെ സുരക്ഷാ സേന പതിവ് പോലെ വെടിവെച്ചു കൊന്നു. അമേരിക്കയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ അമേരിക്കൻ പ്രസിഡന്റ് താമസിക്കുന്ന വൈറ്റ് ഹൗസിന് സമീപത്തൊക്കെ വെടിവയ്പുണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്ക് അലോസരങ്ങൾ ഉണ്ടാകും, നമുക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു മകന്റെ ട്രംപ് ജൂനിയറിന്റെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം. എന്നാൽ ട്രംപ് ആ വിവാഹത്തിൽ പോലും പങ്കെടുക്കാതെ ന്യൂയോർക്ക്, ന്യൂജേഴ്സി, അതുപോലെ തന്നെ വൈറ്റ് ഹൗസിൽ തിരിച്ച് എത്തുകയായിരുന്നു. അതായത് ഇറാനുമായി ബന്ധപ്പെട്ടുള്ള ചില സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ ചടങ്ങുകളൊക്കെ ഉപേക്ഷിച്ച് വൈറ്റ് ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നത്. ഈ സംഭവം നടക്കുന്നത് ഇന്ന് വൈകുന്നേരം 6 മണിക്കായിരുന്നു. അതായത് ഏതാണ്ട് ഒരു 3 മണിക്കൂർ മുമ്പ് ഈ വെടിവെപ്പ് ഉണ്ടായത്. ഈ വെടിയുതിർത്ത ആള് കൊല്ലപ്പെടുകയായിരുന്നു. വൈറ്റ് ഹൗസിന്റെ ചെക്ക് പോയിന്റിന്റെ അടുത്ത് വരെ എത്തിയപ്പോഴാണ് ഈ സീക്രട്ട് സർവീസ് ഇയാൾക്ക് നേരെ വെടിയുതിർത്തത്. ഒരു വഴിയാത്രക്കാരനും വെടിയേറ്റു. അയാളുടെ നില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ്. എസ് കെ ഇദ്ദേഹത്തിന്റെ പ്രായം 21 വയസ്സ്. ഇദ്ദേഹത്തിന്റെ പേര് നാസിർ ബെസ്റ്റ് എന്നാണ്. ഇതിനു മുമ്പും ഈ വൈറ്റ് ഹൗസിൽ അതിക്രമിച്ച് കടക്കുവാൻ ഇയാൾ ശ്രമിച്ചിട്ടുണ്ട്. ജൂൺ 2025 ഇവിടുത്തെ ഒരു വഴി തടയുകയും ഇദ്ദേഹം ദൈവമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഈ ഡ്രൈവേ വൈറ്റ് ഹൗസിലേക്കുള്ള വഴി അദ്ദേഹം തടയുകയും ചെയ്തു. ഇതുകൂടാതെ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം അവകാശപ്പെടുന്നത് ഇദ്ദേഹമാണ് യഥാർത്ഥ ഒസാമ ബിൻ ലാദൻ. അതുപോലെ തന്നെ ട്രംപിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. ഈ വൈറ്റ് ഹൗസിന്റെ തൊട്ടു മുമ്പിലുള്ള 17th സ്ട്രീറ്റും അതുപോലെ പെൻസിൽവാനിയ അവന്യൂയിലുമാണ് ഇത് നടന്നത്. വൈറ്റ് ഹൗസിൽ ആ സമയത്ത് ഇറാനുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഡൊണാൾഡ് ട്രംപിന്റെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ റിപ്പോർട്ടേഴ്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവരെ പെട്ടെന്ന് പ്രസ് ബ്രീഫിംഗ് റൂമിലേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ മാറാൻ നിർദ്ദേശം നൽകിയായിരുന്നു. ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സംഭവം നടന്ന ഉടൻ തന്നെ FBI എത്തി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നു. ആ ലോക്ക്ഡൌൺ ഒക്കെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ മാസമായിരുന്നു വാഷിംഗ്ടണിൽ വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് അസോസിയേഷന്റെ ഡിന്നറിനിടയിൽ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമം നടന്നത്. ഏതാണ്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും വൈറ്റ് ഹൗസിൽ ഈ വെടിവെച്ച കേൾക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.